ഇവിടെ വന്നിട്ടിപ്പോ ഒരു പകലും രാത്രിയും കഴിഞ്ഞു. ഇതുവരെ ഫെലിക്സിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഫെലിക്സ് ഈ ഹോട്ടലിൽ ഉണ്ടെന്ന് അറിയാലോ, പിന്നെ എത്ര ബുദ്ധിമുട്ട്. നമ്മൾ വന്നിരിക്കുന്ന അത്ര നിസ്സാര കാര്യത്തിനല്ല. ഒരു കല്യാണം മുടക്കി ആ ചെറുക്കനെ കൊണ്ട് പോവാനാ. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. വ്യക്തമായ പ്ലാനിങ് വേണം. എന്ത് പ്ലാനിങ്? ഇതെന്ത് വേൾഡ് വാറോ? ഇത് ഫെലിക്സിനെ ഞാനൊന്ന് കണ്ടാ തീരാവുന്ന അത്ര പ്രശ്നമേ ഉള്ളൂ. ഞാൻ അന്വേഷിച്ചു. ആ ചെക്കനെ ഇതുവരെ പുറത്ത് കണ്ടിട്ടില്ല. പെണ്ണിന്റെ വീട്ടുകാരത്ര ചില്ലറക്കാരൊന്നുമല്ല. നല്ല പിടിപ്പും പണവും പ്രതാപമൊക്കെ ഉള്ളവരാ. സൂക്ഷിച്ചില്ലേ നമ്മൾ രണ്ടുപേരും അകത്താവും. താൻ ഒരുത്തി ചാടിക്കരയാളുടെ മുമ്പിൽ ചെന്നു വെച്ച് എല്ലാം ഇട്ടറിഞ്ഞാൽ തന്റെ കൂടെ വരുന്നുള്ള എന്താ ഉറപ്പ്? എന്നോട് അത്രയ്ക്ക് ഇഷ്ടാ. എന്നെ കണ്ടാ എന്നോടൊപ്പം വരും. ഇഷ്ടം ഉണ്ടായിട്ടൊന്നും ആവില്ല. ഫെലിക്സ് ഈ മാരേജിന് സമ്മതിച്ചിരിക്കുക. അവരെന്തെങ്കിലും കൂടോത്രം ചെയ്തു കാണും. എനിക്ക് ഫെലിക്സിനെ കണ്ടേ പറ്റൂ. കാണാം. അതിന് ശരിയായ ഒരു അവസരം കിട്ടണവരെ നമ്മൾ കാത്തിരിക്കണം. എനിക്കൊരിത്തിരി സാവകാശം കൂടി തന്നേ പറ്റൂ. തനിക്കൊരു 100 കൊല്ലം സാവകാശം തന്നാലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഫെലിക്സിനെ കാണാൻ പോവാ. വീണ പ്ലീസ്, അബദ്ധമാണ് താനീ കാണിക്കുന്നത്. ഞാൻ സമ്മതിക്കില്ല. ഇക്കാര്യത്തിൽ തന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല. എടോ, താൻ വെറുതെ വാശി പിടിക്കില്ലേ? ഇതെന്റെ ജീവിത പ്രശ്നം. എനിക്ക് എന്തായാലും എന്താ, തനിക്കൊരു ചുക്കില്ലല്ലോ. അങ്ങനെയാണോ താൻ എന്നെ കരുതിയിരിക്കുന്നത്? പിന്നെന്താ, ഈ കല്യാണം നടന്നാ ഞാൻ ചാവും. ഞാൻ ചത്താലും തനിക്ക് തന്റെ മാല കിട്ടും. അതോടെ തന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുമല്ലോ. എനിക്കിപ്പൊ തന്നെ രണ്ടിലൊന്നും അറിയണം. എന്ത് പറഞ്ഞാലും തന്നെ വിടില്ല. എനിക്കറിയാം. ഞാൻ പോയി ഫെലിക്സിനെ കണ്ട് കുഴപ്പം വല്ലതും ഉണ്ടായാ തനിക്ക് ഈ മാല കിട്ടില്ല. അതല്ലേ കിടക്കണോ തന്റെ മാല? എനിക്കിനി തന്റെ സഹായം വേണ്ട. എനിക്കറിയാം, എന്നെ കണ്ട 2 കൈ നീട്ടി ഫെലിക്സ് എന്നോടൊപ്പം വരും. മറുവഴിന്ന്. Oh, Felix Matthew. He is not in his room. He is at the banquet hall. You may find him there. Okay, thanks. എനിക്കിനി ജീവിക്കണ്ട. എല്ലാരെയും വെറുപ്പിച്ചു. ഒന്നും വേണ്ടെന്ന് വെച്ച് ഫെലിക്സിന് വേണ്ടി മാത്രം ഇറങ്ങി വന്നോളാം ഞാൻ. എനിക്ക് ഫെലിക്സ് ഇല്ലാതെ ജീവിക്കണ്ട. വേണ്ട വേണ്ടെന്ന് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞല്ലേ. അപ്പൊ താൻ അതിന്റെ സ്വാർത്ഥമാണെന്ന് പറഞ്ഞു. അവന്റെ മനസ്സറിഞ്ഞിട്ട് തന്നെ അവനെ കൂട്ടുപിടിക്കാതെ വിചാരിച്ച മനസ്സമ്മതല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, കെട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. താനല്ലേ പറഞ്ഞ കൂടത്ര കുറച്ചൊക്കെയാണെന്നൊക്കെ. അവന്റെ മനസ്സറിഞ്ഞിട്ട് പോരെ തട്ടി പൊണ്ടാറടങ്ങല്. കൊമ്പത്തെ പോലീസും പട്ടാളൊക്കെ കാവ്യ നിൽക്കുന്ന ഞാൻ ഈ മാല അടിച്ചുകൊണ്ട് പോന്നെ. ഒരു ഈർക്കിലെടുത്ത് തന്നെ തലക്കൂട്ടൊന്ന് കൊട്ടിയിട്ട് ഇത് എടുത്തോണ്ടോ എനിക്ക് അറിയാൻ പാടില്ല. വഴക്കിട്ടും ചിരിച്ചും കളിച്ചും തന്റെ കൂടെ കുറെ നാൾ നടന്നപ്പോ തന്നോട് അല്പം ഇഷ്ടം തോന്നിപ്പോയി. അതുകൊണ്ട് തന്നെ തന്റെ മനസ്സ് നോണം എനിക്ക് കാണാൻ കഴിഞ്ഞേ. കട്ടുമൂട്ടിച്ചൊക്കെ ഞാൻ ഒരുപാട് തിന്നുണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ എന്റെ മനസ്സാക്ഷി വിട്ട് തിന്നിട്ടില്ല. ദാ ഇതെന്റെ ജീവിതം എന്ന് എനിക്കറിയാലോ. ഇത് തന്റെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ട് തന്നെ എനിക്ക് തിരിച്ചെന്നാ മതി. എനിക്കിപ്പോ അത്ര പറയാനുള്ളൂ. ഇനിയും വിശ്വാസമായില്ലെങ്കിൽ അതും കെട്ടി കെട്ടി തൂക്കി താഴേക്ക് ചാടിക്കോ. ദൈവമേ, ഇതിനെ കൊരങ്ങായിട്ട് ഏൽപ്പിച്ചൂടായിരുന്നു. നിന്റെ മോന്താണ് ബെസ്റ്റ് ചിക്കനാണ് കൊടുത്ത. ചില്ലി പട്ടർന്നൊക്കെ പറഞ്ഞിട്ട് ചോപ്പി മഞ്ഞൊക്കെ ആയിട്ട് ഒരുമാതിരി തൃശ്ശൂരത്തിന് ആമ്പിട്ട് പൊട്ടിയ പോലെ. എത്ര തരാ? അത് കൊണ്ടുവരുന്ന ആൾക്കാരെ കണ്ടല്ലേ എഴുന്നേറ്റ് തൊഴാനാ തോന്നും. ഒറ്റ തൊഴി വെച്ചതാണ്ടല്ലോ. ചില പിച്ചക്കാരി ഛർദ്ദിച്ചു പോലെയാവും. ഈ നട്ടിക്കൊണ്ടിരുന്നോ? വല്ലോന്റെ മുറി അത് മറക്കണ്ടത്. കയ്യില് 10 പൈസ ഇല്ല. ഓ എന്തത്? 10 അമ്മേന്റെയും ഈ തേങ്ങാപ്പൂരി എനിക്ക് എന്തിന്റെ കോപ്പ്? എടാ എന്റെ കാശില്ലെന്നാ പറഞ്ഞേ. അന്നാ നീ കുരിശ് കട്ടി പിടിച്ചിരിക്കാതെ എടുത്ത് വിൽക്കടാ. കയ്യിൽ കാശ് വന്ന പിന്നെ നിനക്ക് ആരും മേടിക്കാതെ ഇഷ്ടമുള്ളത് മേടിച്ച് കഴിക്കാം. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. എടാ ഞാൻ ആ ഫ്രെഡി വിളിച്ചിരുന്നു. ഇവിടുത്തെ അടുക്കള എവിടെയാണെന്നാ തോന്നണേ. ഞാൻ പറയണ കേട്ടോ. ഫ്രെഡി ഞാൻ വിളിച്ചിരുന്നു. സാധനം അയാൾ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ഒരാൾ ഈ നാട്ടിലുണ്ട്, ഒരു അബ്ദുള്ള. നീ അയാളെ പോയിന്ന് കാണണം.
ആളെങ്ങനെയാന്ന് അറിയണം. എന്നിട്ട് ഒരു വില നീ തന്നെ കൂടെ ഉറപ്പിച്ചോ. വെള്ളിയാഴ്ച മാല തരാന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് അഡ്വാൻസ് വാങ്ങിച്ചോ. ഇത് അയാളുടെ ഫോൺ നമ്പറാ. ഹലോ, അബ്ദുള്ള ചേട്ടനല്ലേ? ആരാ? ഞാനാ മണി. ഗോപി വിളിക്കാൻ പറഞ്ഞിരുന്നു. ആ, ഫ്രെഡി വിളിച്ചിരുന്നു. ഒന്ന് കാണണല്ലോ. എവിടെ വരണ്ടേന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവിടേക്ക് വരാ. പള്ളി അറിയാമോ? പള്ളി പള്ളി അറിയാം. പള്ളി നടേ വന്നാ മതി, ഞാൻ അവിടെ നിൽക്കാം. ഏത് പള്ളി? എനിക്ക് ഇവിടുത്തെ പള്ളി അറിയില്ല. എടോ, എന്നാ തനിക്ക് അറിയാവുന്ന സ്ഥലം പറഞ്ഞ് തോലയ്ക്ക്. എനിക്ക് ഇവിടുത്തെ ഹോട്ടൽ നന്നായിട്ട് അറിയാം. എന്നാ താൻ അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ഹൈ, അത് നല്ല പ്ലാനാണല്ലോ അബ്ദുള്ളേട്ടാ. നിങ്ങൾ ഇങ്ങോട്ട് വന്നോളി, ഞാനിവിടെ കാണും. അതിന് തന്നെ ഞാൻ എങ്ങനെ അറിയും? ഹൈ, എന്നെ കാണുമ്പോ മണി എന്ന് വിളിച്ചാ മതി. എടോ, താനാണെന്ന് ഞാൻ എങ്ങനെ അറിയും? ഞാൻ പറയും ഞാനാണെന്ന്, എനിക്കൊരു തണ്ടിനും പേടിയില്ല. എടോ, അതിന് തന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഓ, അത് ശരിയാണല്ലോ. അതെ, ഞാനൊരു ചുമന്ന റോസാപ്പ് പിടിച്ചിവിടെ നിൽക്കാം. സാധനൊക്കെ കയ്യിലുണ്ട്. അയ്യേ, അതല്ല, മാല വിലയൊക്കെ ഫ്രെഡി പറഞ്ഞിട്ടുണ്ടല്ലേ. പിന്നെ ചെറിയൊരു അഡ്വാൻസ് വേണം. എത്ര വെച്ച് ചേട്ടൻ തീരുമാനിച്ചു കൊണ്ടുവന്നാ മതി. സാധനം വെള്ളിയാഴ്ച തരാം. അപ്പൊ മുഴുവൻ തുക തന്നാ മതി. അപ്പോഴേ ഞാനിവിടെ ചുവന്ന റോസാപ്പം പിടിച്ചിട്ട് നടക്കുന്ന നിപ്പുണ്ടാവട്ടോ. ഓക്കെ. റോസാപ്പൂ, സിന്ന റോസാപ്പൂ, റോസാപ്പൂ. അമ്മേ, ഇവിടെ തന്നെ ആണോടാ കണ്ടത്? അവൻ ഇവിടെ തന്നെ ഉണ്ട് മുതലാളി. ചേട്ടാ, ഈ വണ്ടി പോവോ? ഈ വണ്ടി പോവില്ല, ഞാൻ കൊണ്ടുപോകാൻ പോവാം. ഒന്ന് റെയിൽവേ സ്റ്റേഷൻ പോണം. ബാംഗ്ലൂർ വിട്ടാലും മതി. ഇല്ല അമ്പലത്തിൽ വിട്ടാലും മതി. അണ്ണൻ അമേരിക്ക കൊണ്ടുവിടും. പിന്നെ എന്താണ് വീൽ വെച്ചിറക്കി അങ്ങനെ പാമ്പ് കടിക്കാൻ? എനിക്കൊരു സംശയമില്ല, ഞാൻ എന്റെ കണ്ടുകൊണ്ട് കണ്ടതാ. അവർ ഇവിടെ തന്നെ ഉണ്ട്. എന്നാ ഞാൻ പിടിക്കാം. അതെ, ഇങ്ങോട്ട് വാ. നടക്ക്. ഇത്രയും വലിയ ഹോട്ടലും താമസിക്കാനുള്ള കഴിവൊന്നുമില്ല ചേട്ടയ്ക്ക്. സ്വന്തമായിട്ടൊരു വീട് കൂടി ഇല്ലാത്തവനാണ് തേണ്ടി. ഏതോ ഒരു അങ്കിളിന്റെ വീട്ടിലെ തൊഴുത്തിലെ കിടപ്പ്. അവിടെ ആളയച്ചപ്പോ അങ്കിള് തേണ്ടി അവിടെ ഇല്ല. എല്ലാരും കൂടെ ഉള്ള ഒത്തുകളിയാണ്. അത് എന്നോട് വിളിക്കും. ഇതവരല്ലേ? കണ്ണാടിയായിരുന്നു. സൈഡ് പ്ലീസ്. ആ കള്ളപ്പന്നി ഇതിനകത്ത് വാഴ കളിച്ചിട്ടുണ്ട്. ഇത് റൂമിലാണ്, ലിഫ്റ്റാ. കോണിപ്പടി കാണാൻ വെച്ചിരിക്കുന്ന. ഓടിച്ചിട്ട് പിടിയടാ. വാഴ വാടാ. എവിടെ ഇത് വന്നിറങ്ങിയേ? ശുക്രനിലോ? ഓ, ശുക്രൻ തന്നെ. അവൻ എന്തേടാ? എങ്ങാട് പോയിന്നറിയില്ല. ഇവിടം വരെ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ കുഴി ഒഴിച്ച് താഴോട്ട് പോയാ? എല്ലാ മുറികളും തുറന്നു നോക്കിയാലോ? വല്ലവന്റെ മുറി തുറന്നു നോക്കി തലയിട്ടല്ലോ. ഇത് അവന്റെ കയ്യിലുണ്ടായിരുന്ന പൂവല്ലേ? അതെ. അവന്റെ അമ്മായി നമ്മുടെ പൂ. അവൻ ഇതിനകത്തുണ്ട്. അതെ, വേറെ ആരുടെ കൂടെ അകത്തുണ്ട്. ആരുണ്ടെങ്കിലും എനിക്ക് പ്രശ്നമല്ല. എന്റെ മകളെ ഞാനിന്ന് കൂട്ടിക്കൊടുക്കും. കൂട്ടിക്കൊണ്ടു പോകും. എടാ, ഇനി തട്ടിയിട്ട് കാര്യമൊന്നുമില്ല. മാറിക്കേ. ഇത് ഞാൻ ചവിട്ടി പൊളിച്ചിട്ടുള്ള കാര്യമാണ്. ആരെങ്കിലും പുറത്തേക്ക് ഓടിയെ പിടിച്ചോളാം. മാറിക്കോ. ആരാ നീ? ടോമൻ ചെറിയ തമാശ. കുളിക്കുന്നു. കുളിക്കാനല്ലേ, ഒന്നിച്ച് കുളിപ്പിക്കാൻ. സെക്യൂരിറ്റി, ഞാൻ ടോമങ്കിൾ. എന്റെ മുറിയിൽ ഒരു കള്ളൻ. ഈ വാതിൽ തുറന്നിട്ടിരുന്നാണല്ലോ, പിന്നെ ആരാ അടച്ചത്? മാഡം, അതവിടെ വെച്ചിട്ട് വേഗം പോടോ. ഓരോ ശല്യങ്ങൾ കയറി വരും മനുഷ്യനെ മെനക്കെടുത്ത. ഹലോ. എടുക്കാം, പിന്നെ വരാം. അവന്റെ ഒരു കിന്നാരം. പാമ്പിന്റെ ജന്മായി. കാശ് ഞാൻ നാളെ കാലത്ത് തരാം. ഇന്ന് ഉച്ചയായില്ല, ഇനി കാലത്താക്കാൻ പറ്റുമോ? കാലത്ത് വിളിച്ചാ ഇന്ന് പണ്ടാറടങ്ങാൻ. ഇനി ഇത് ഓൺ ചെയ്യണില്ല. ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചോ എന്റെ അമ്മയ്ക്ക് ആദ്യം വിളിക്കണം. ദിസ് ഈസ് ടു മച്ച്. ഒരു സ്റ്റാർ ഹോട്ടലിൽ ഒരു കള്ളം വന്ന് തല്ലുകയും ബാത്റൂം വരെ വലിഞ്ഞു കയറി വരികയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാ
ഐ വിൽ കോൾ ദ പോലീസ്. ഞാൻ ഇപ്പൊ ഇവിടുത്തെ SP വിളിക്കും. സാർ പ്ലീസ്, പോലീസ് എത്തിയാൽ ഞങ്ങൾക്ക് മോശമാണ്. എങ്കിൽ എല്ലാ മുറിയും ഒന്ന് ചെക്ക് ചെയ്യണം. 10-200 മുറികളുണ്ട് ഇവിടെ. എല്ലാ മുറിയിലും സാറിനെയും കൂടി ചെന്ന് ഇയാളാണോ കള്ളൻ ചോദിക്കാൻ പറ്റും. ആളിവിടെ എവിടെയെങ്കിലും കാണും. ആളെ കണ്ടാ എങ്ങനെ ഇരിക്കും? കണ്ടാൽ ഒരു മിന്നായം പോലെ കണ്ടതല്ലേ ഉള്ളൂ. ഒരു കാറ്റു വന്നിക്ക് മീശ വെച്ചതുപോലെ ഒരു കറക്റ്റ്. അങ്ങനത്തെ ഒരു മീശ എവിടെ കണ്ടാലും ഞങ്ങൾ തിരിച്ചറിയും. നിങ്ങൾ അയാളെ എവിടെ കണ്ടാലും ഒന്ന് ഫോൺ ചെയ്താൽ മതി. അവൻ ഇനി എണീറ്റ് നടക്കാനാകാത്ത നിലയിലാക്കിയിട്ട് ഞങ്ങൾ വിടും. കുറുപ്പ് സാറിന് ഇപ്പൊ അവന്മാരുടെ കൈ കിട്ടിയ കുറുപ്പ് സാറിന്റെ കാര്യം പോക്കാം. ഈ മീശ അങ്ങ് പഠിച്ചാൽ പിന്നെ കളവന്റെ കളവിയുടെ മുമ്പിൽ ചെന്ന് പെടാതിരുന്നാ പോരെ. ഈ 12-ാം തീയതി മാലയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലൊരു ബന്ധം ഇനി കിട്ടുമോ? കല്യാണപ്പെട്ട് ഒളിച്ചോടിന കാര്യം പുറത്തറിഞ്ഞ പിന്നെ ഈ ജീവിതത്തിൽ അവളുടെ കല്യാണം നടക്കുമോ? ഇപ്പൊ തന്നെ ഏതോ കീണിക്കോണം തമ്പലത്തിൽ തൊഴാൻ പോയിരിക്കാനെന്ന് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. 12-ാം തീയതിക്ക് മുമ്പ് മാല ആരും അറിയാതെ പന്തലിലെത്തിക്കണം. ഇല്ലെങ്കിൽ എന്റെ മാനം പോകണം. ഇനി എന്താ അടുത്ത പരിപാടി? ഡാൻസും ഗാനമേള. എവിടെ? നിന്റെ അമ്മായി രണ്ടാം കെട്ടിന് പോയി റൂം എടുക്കടാ. എവിടെയാ റിസപ്ഷൻ? ഓ, റിസപ്ഷൻ വേണമെങ്കിൽ ടൗൺ ഹാളിലോ TDM ഹാളിലോ എവിടെ വേണം വെക്കല്ല. ആദ്യം കല്യാണം നടക്കട്ടെ, പിന്നല്ലേ റിസപ്ഷൻ. ഇങ്ങോട്ട് നോക്കിയേ, ഹോട്ടൽ റിസപ്ഷൻ. മുറി എടുക്കണമെങ്കിൽ ഹോട്ടൽ റിസപ്ഷനിൽ പോണം. അതെവിടെന്നാ ചോദിച്ചത്? പോയി നോക്കടാ. സാർ എക്സ്ക്യൂസ് മീ, യു ആർ 110. ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? ഒരു മിനിറ്റ്, എന്റെ ആരും പുറത്തു പോയിട്ടില്ലല്ലോ. എക്സ്ക്യൂസ് മീ. ഹലോ, ആരാണ്? നീ അബ്ദുള്ള കണ്ട? ഇല്ല, ഞാൻ കണ്ടില്ല. അയാൾ പട്ടുവർഷമായിട്ട് ഹോട്ടലിലേക്ക് വരും. ആളെ തിരിച്ചറിയാനായിട്ട് പോവായിട്ട് നിൽക്കാണ് ഞാൻ പറഞ്ഞേക്കണേ. കാശ് നീ മേടിച്ചോളാം, എനിക്ക് വരാൻ പറ്റില്ല. അല്ല, നീ ഇപ്പൊ എവിടെയാണ്? ഞാനോ? ഹലോ 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 ഹലോ. അബ്ദുള്ള പൂവായിട്ട് നിൽക്കുന്നതാണോ ഞാൻ പൂവായിട്ട് നിൽക്കണമെന്നാണോ പറഞ്ഞത്? കൺഫ്യൂഷൻ ആക്കിയല്ലോ. ഇവൻ ഏത് രാജ്യത്താണ് ഇന്റർനാഷണൽ കോൾ വിളിച്ചത്? അവരെ അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. സാർ, forward 20. Quick. ഒരു മാരേജുമായി ബന്ധപ്പെട്ട് വൺ മിസ്റ്റർ KT മാത്യുവിടെ റൂം എടുത്തിട്ടുണ്ടോ? 1 minute sir. കയ്യിൽ പോവുക. ഇയാളാവൂ അബ്ദുള്ള. ഞമണിയുടെ ഫ്രണ്ട് മാലൻ്റെയിലുണ്ട്. ഞമണിയുടെ ഫ്രണ്ട് മാലൻ്റെയിലുണ്ട്. മാല എവിടെയുണ്ട്? മാല എന്റെ കസ്റ്റഡിയിലുണ്ട്. മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വിഷമം തോന്നില്ല. വിലപേശൽ നടക്കില്ല. ഇതൊരു ബിസിനസ് മാത്രമാണ്. ബിസിനസ്സാ? അതെ, അത്രമാത്രം കഷ്ടപ്പെട്ടത് അടിച്ചോണ്ടെന്ന്. ഇതാരാ? ഇതൊക്കെ എന്റെ ആളുകളാ. എന്റെയിലും ഇതിലും കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെ വന്നേ. മാലയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിൽ വൻ ഗ്രൂപ്പ് ഉണ്ട്. കാശാണ് അവരുടെ ലക്ഷ്യം. ഓടക്കാൻ നിന്നാ സംഗതി കുലുമാലാവും. പിന്നെ പോലീസും പത്രക്കാരുമായിട്ട് നാട് മുഴുവൻ അറിയും. അതോടെ പെണ്ണിന്റെ കല്യാണം മുടങ്ങും, ജീവിതവും പോക്കാവും. കാശെങ്കിൽ കാശ് കൊടുത്ത് ഒതുക്കാൻ നോക്ക്. ഒരുപാട് കാശാവും. എന്ത് തീരുമാനം? അപ്പോഴേ എങ്ങനെയാ കച്ചവടം? തൽക്കാലം 25,000 അഡ്വാൻസ് തന്നാ മതി. ബാക്കി കൈമാറ്റം നടന്ന ശേഷം. കൊടുക്കാന്ന് പറ സാറേ. നിന്റെ അപ്പന്റെ കാശല്ലേ വേഗം എടുത്തു കൊടുക്കാൻ? പറ്റൂലെങ്കിൽ പറ്റൂലെന്ന് പറഞ്ഞോ. പറയണ വരയ്ക്ക് എടുത്തോളാന്നൊക്കെ പറഞ്ഞിട്ട് ബോംബെ ആൾക്കാർ വന്നിട്ടുണ്ട്. എന്താണ് ഇത്? ചില്ലറ പാർട്ടിയല്ല. ബോംബെയിലേക്ക് പെണ്ണുങ്ങളെ കയറ്റിയേക്കുന്ന വലിയ ഗ്രൂപ്പാണ്. പെൺവാണിപം. രാഷ്ട്രീയക്കാർ വരെ ഇവന്മാരുടെ പുറകിലുണ്ട്. അടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. മേലേക്ക് നോക്കണ്ട, സമ്മതിച്ചോ? ഈശ്വര, ഒരു തന്തയ്ക്ക് ഗതികേട് വരരുത്. കച്ചവടം ഉറപ്പിച്ച് വേറെ ആയിരിക്കും കൊടുക്കലേട്ടാ, ഞാൻ വാങ്ങിച്ചോളാം. പിന്നെ പണം ബാക്കി മുറിയിൽ വെച്ച് സംസാരിക്കാം. അല്ല, ഇവിടെ റൂമുണ്ടോ? 222. എപ്പോഴാ വരണ്ടേ? ഒരു 6:30 വന്നേക്ക്. സാർ, ഇവിടെ ഈ പേരിൽ എൻട്രി ചെയ്തിരിക്കുന്ന മുറിയിൽ ആരും ഫോൺ എടുക്കുന്നില്ല. എന്താ സാർ കാര്യം? ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ട്. സാർ, അവരെ ആളുകളൊക്കെ റെസ്റ്റോറൻറ്റിലുണ്ട്. നമുക്ക് അവിടെ ചെന്ന് അന്വേഷിച്ചാലോ? കം വിത്ത് മീ. ഒരു കൊറിയർ ഉണ്ട്. സർ, ഒരു കൊറിയർ ഉണ്ട്. കൊടുത്തേക്കട്ടെ? വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അതിനിടയ്ക്ക് ഫോട്ടോസ് ഒക്കെ കിട്ടിയോ? നോക്കട്ടെ. ഇത് കണ്ടോ മാത്രം നമ്മൾ രണ്ടാളും. ആഹാ, ഇത് വലിയൊരു ബന്ധത്തിന്റെ തുടക്ക. എനിക്കിതൊന്ന് എല്ലാവരും ചെയ്തു തരണം. ശരി സാർ, സാർ വെച്ചോളൂ. ഞാൻ ഒന്നില്ല. നിങ്ങൾ രണ്ടാളും ഇവിടെ നിൽക്കണ്ട. ഞങ്ങൾ വെറുതെ രസംകുല്ലികളാവും. ചെറുക്കനും പെണ്ണും അവരവരുടെ ജീവിതം അവരെന്നെ നിശ്ചയിക്കട്ടെ. വാ.
മാത്തച്ച ഒരു കാര്യം പറയാനുണ്ട്. കഴിയുമെങ്കിൽ മതി. 22 ലക്ഷം ക്യാഷായിട്ട് കൊണ്ടുവന്നതാ. പള്ളിയിലും പാർട്ടിക്കും ഡാൻസിനും ഹോട്ടലിലും കൊടുത്തപ്പോ ഒന്ന് ടൈറ്റായി. കുഴപ്പമില്ല, ബാങ്കിൽ നിന്ന് TT അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 4 ദിവസം അടുപ്പിച്ച്